കാടും നാടും വിറപ്പിച്ചവൻ. കാട്ടാനകളിൽ അരിക്കൊമ്പനോളം പേരെടുത്തവൻ വേറെ ഉണ്ടാകില്ല. ചിന്നക്കനാലിന്റെയും ശാന്തൻപാറയുടെയും ഉറക്കം വർഷങ്ങളോളം അപഹരിച്ച കാട്ടുകൊമ്പനെ കാടുകടത്തിയിട്ട് 1 വർഷം പിന്നിടുകയാണ്. 2023 ഏപ്രിൽ 29-നാണ് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയത്. മതികെട്ടാൻ ചോല ഇറങ്ങി വരുന്ന കാട്ടാനകളിൽ ഏറ്റവും ശക്തനും അപകടകാരിയുമായിരുന്നു അരിക്കൊമ്പൻ. ഇവന്റെ ഇഷ്ടഭക്ഷണമായ അരി തേടിയുള്ള യാത്രക്കിടയിൽ തകർന്ന വീടുകളും നഷ്ടമായ ജീവനുകളും നിരവധിയാണ്. ഔദ്യോഗിക കണക്കു പ്രകാരം അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ 7 മനുഷ്യജീവനുകളാണ് നഷ്ടമായത്. ഇതോടെയാണ് ആനയെ പിടിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തുടർ സമരങ്ങൾ നടത്തിയത്. ഒടുവിൽ മയക്കുവടി വെച്ച് പിടികൂടാൻ വനം വകുപ്പ് തീരുമാനിച്ചു. ഏപ്രിൽ ആദ്യവാരം മയക്കുവടി ഉതിർക്കാനായിരുന്നു തീരുമാനം. പക്ഷേ മൃഗസ്നേഹികളുടെ കടന്നുവരവും കോടതി ഇടപെടലും വിഷയം സങ്കീർണമാക്കി. അപകടകാരിയായ ഒരു വന്യമൃഗത്തെ കാടുകടത്തുന്നു എന്നതിനപ്പുറം അരിക്കൊമ്പന് ഒരു ഹീറോ പരിവേഷം ഉണ്ടായി. ഒടുവിൽ 1 മാസത്തോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് 2023 ഏപ്രിൽ 29-ന് ദൗത്യം പൂർത്തിയാക്കിയത്. പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയെങ്കിലും അവിടെയും അരിക്കൊമ്പൻ വെറുതെ ഇരുന്നില്ല. മേഘമല ചുറ്റി തമിഴ്നാട്ടിലെ കമ്പത്തും സുരളിപ്പെട്ടിയിലുമെല്ലാം കസർത്ത് കാട്ടി. ഒടുവിൽ ഇവിടെ നിന്നും തമിഴ്നാട് വനം വകുപ്പ് പിടികൂടി തിരുനെൽവേലി കോതയാർ വനമേഖലയിലേക്ക് മാറ്റുകയായിരുന്നു. അരിക്കൊമ്പൻ പോയതോടെ ചിന്നക്കനാലിലെ കാട്ടാനശല്യം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. ചക്കക്കൊമ്പനും മുറിവാലനും കാട്ടാനക്കൂട്ടങ്ങളും ജനവാസ മേഖലയിൽ പതിവാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.